ഹലോ, നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിനെ പേജാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് പേജ് വഴി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. പിന്നെ പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിനെ പേജാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റിങ്സിൽ എന്നിട്ട് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി ഇടുമ്പോഴത്തേക്ക് ഇതേപോലെ ബ്ലൂ കളറിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമുക്ക് അവൈലബിൾ ആയി കിട്ടും. ആ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കണ്ടോ, കണ്ടിന്യൂ യുവർ വീക്ക്ലി ചലഞ്ച്, ഇൻവൈറ്റ് പീപ്പിൾ ഹി റിയാക്റ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. താഴെ പേ ഔട്ട് ഓപ്ഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ യുവർ പ്രൊഫൈൽ ഈസ് ഏണിംഗ് മണി, ഹാഫ് മോണിറ്റൈസേഷനായി നിൽക്കുകയാണ്. പ്രൊഫൈൽ മണി ഏൺ ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ടൻറ്റിന്. പക്ഷേ നമുക്കിപ്പോൾ ഡോളർ കാണിക്കില്ല. നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡോളർ കാണിച്ചു തുടങ്ങുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മണി വരുന്നത് 3 ടൈപ്പിലാണ്. നമുക്ക് ആഡ് ഓൺ റീൽസിൽ വരുന്ന ആഡുകൾ, സബ്സ്ക്രിപ്ഷനുകൾ, ബോണസ്, ഈ 3 മെത്തേഡിൽ കൂടിയാണ് നമുക്ക് ഡോളർ വരുന്നത്. ഈ കാര്യങ്ങൾ 3 ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫേസ്ബുക്ക് പോളിസീസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് 3 അൺലോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഫേസ്ബുക്കിനൊരു വെരിഫൈഡ് ബാഡ്ജ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതിനൊരു ചെറിയ സബ്സ്ക്രിപ്ഷൻ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് വേണേൽ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റഗ്രാമും ഒരുമിച്ച് നമുക്ക് വെരിഫിക്കേഷൻ ബാഡ്ജ് മേടിക്കാം. വെരിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആവും, കൂടുതൽ ആളുകളിലേക്ക് അത് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീക്ക്ലി ചലഞ്ചാണ്. വീക്ക്ലി ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നതുണ്ടോ, ഗെറ്റ് 50 ന്യൂ ഫോളോവേഴ്സ്. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതിനടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീക്കിൽ 14 പബ്ലിക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, 10 പബ്ലിക് റീൽസ് ക്രിയേറ്റ് ചെയ്യുക, 10 പബ്ലിക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, 440 ഇൻട്രാക്ഷൻസ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, നമ്മളെ ഫോളോ ചെയ്യാണ്ട് റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫ്രണ്ട്സ് കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫ്രണ്ട്സിലേക്കും കൂടെ അത് എത്തിപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, എനിക്ക് ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ എൻ്റെ ഫോളോവറായിട്ട് വന്ന് കിടക്കുള്ളൂ കേട്ടോ. അതിൽ ഞാൻ ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിലൂടെ അത് എത്തിയിരിക്കും. ഞാനിപ്പം 192 ഫ്രണ്ട്സ് ഉള്ള ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് ഉള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ മതി കേട്ടോ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് വളർത്തിയെടുക്കാനായിട്ട്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരോട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.